ഇനി പണാണ്, പണത്തിന്റെ സക്കാത്താണ് ഇനി പറയാം. പിന്നെ ഈ 595 ഗ്രാം വെള്ളിന്റെ വില അതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം നിന്നാൽ അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതായത് വെള്ളിന്റെയോ സ്വർണത്തിന്റെയോ വിലയാണ് കൂട്ടേണ്ടത്. പക്ഷെ ഏതാണോ ആദ്യം എത്തുന്നത് എങ്കിൽ, നിസാബ് എത്തുന്നതെങ്കിൽ അതാണ് കൂട്ടേണ്ടതെന്നാണ്. ആദ്യം ഏതായാലും ഇപ്പൊ വെള്ളിക്ക എത്തുന്നത് ഉറപ്പാണല്ലോ. 10.5 പവൻ സ്വർണത്തിന് ഇപ്പൊ വില കൂട്ടണമെച്ചെങ്കിൽ 13 ലക്ഷം ഉറുപ്പ ഉണ്ടാവും. ഇതിന് വില കൂട്ടുമ്പോ 1,60,000 അല്ലെങ്കിൽ 70,000 അത്രയ്ക്കാണ് ഇപ്പൊ നമ്മളെ ഒരു റേറ്റ് ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണല്ലോ. ഇപ്പൊ 270 എന്നനുസരിച്ചാണ് ഒരു ഗ്രാമിന് 270 വെച്ച് കൂട്ടിയാൽ 1,60,650 ഉറുപ്പ ഉണ്ടാവും. അത് ഏറ്റവും താഴ്ന്ന റേറ്റ് ആണ്. ഈ 290 വരെ ഇപ്പൊ കോഴിക്കോടൊക്കെ 290 ആണെന്നൊക്കെ ഇപ്പൊ അടിച്ചു നോക്കുമ്പോ കണ്ടേ വരുന്ന സമയത്തിൽ ഇപ്പൊ വില മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഈ പിന്നെ 1,60,60,000 ഒരു 1.25 ലക്ഷം എന്ന് പറയാം. നമ്മുടെ സൗകര്യത്തിന് ഒരു 1.25 ലക്ഷം റുപ്യ ഒരു കൊല്ലം ഒരാളുടെ ഉടമസ്ഥയിൽ ഉണ്ടെങ്കിൽ ഇപ്പത്തെ റേറ്റ് അനുസരിച്ചുകൊണ്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? 295 ഗ്രാം 595 ഗ്രാം വെള്ളിന്റെ വില കൂട്ടിയാൽ മതി. അപ്പൊ ഇതിലൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കൊല്ലം ഫുള്ളായിട്ട് ഈ വില വേണം. ഒരു കൊല്ലം ഫുള്ളായിട്ടാണ് വെള്ളിന്റെ വിലയും ഇതിങ്ങനെ ഈ കറക്റ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കീപ്പോട്ടും മേപ്പോട്ടും പോയി കൊടുക്കും. അതായത് ഒരാൾക്ക് 1.5 ലക്ഷം റുപ്യ കഴിഞ്ഞ റമദാനിൽ ഉണ്ട് നിൽക്കുക. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരാൾ 1.5 ലക്ഷം റുപ്യ എടുത്ത് വെച്ച് അന്നത്തെ 595 ഗ്രാം വെള്ളിന്റെ വില കൂട്ടിയാൽ 1.5 ലക്ഷം വില ഇല്ല. അപ്പൊ അയാൾക്ക് എന്തെത്തിയിട്ടുണ്ട്? നിസാബ് എത്തിയിട്ടുണ്ട്, കണക്കുണ്ട്, സക്കാത്തിന്റെ സാധനം ഉണ്ട്. അങ്ങനെ 1.5 ലക്ഷം ഇങ്ങനെ വന്നപ്പോത്തിന് വെള്ളിക്ക് വില കൂടി. വെള്ളിക്ക് വില കൂടി 5-8 മാസമായപ്പോത്തിന് വെള്ളിക്ക് വില കൂട്ടി വെക്കുമ്പോൾ 1.5 ലക്ഷത്തിന്റെ മുകളിലാണ് പോയി നിൽക്കുക. എന്നാ ഈ കൊല്ലാണ് മുറിഞ്ഞു, സക്കാത്തിന്റെ കൊല്ലാടെ മുറിഞ്ഞു. ഇനി ഏതെങ്കിലും സമയത്തിന് ഇവന്റെ പൈസ കൂടി, ഈ വെള്ളിന്റെ വിലക്കാൾ മേപ്പെട്ട് പോയി, അല്ലെങ്കിൽ വെള്ളിക്ക് വില കുറഞ്ഞു, രണ്ടാമതൊരു കാരണം കൊണ്ട് 595 ഗ്രാം വെള്ളിന്റെ വില ഈ 1.5 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവന്റെ അടുത്തുള്ള പൈസന്റെ 595 ഗ്രാമിന്റെ റേറ്റിനോട് ഇവന്റെ പൈസ ഒക്കുപോയതിനേക്കാൾ കൂടുതലാവുകയും ചെയ്താൽ അവിടുന്ന് പുതിയ കൊല്ലം തുടങ്ങാൻ ചെയ്യാം. മനസ്സിലായോ? അത് കറക്റ്റ് ഉള്ള ആളുകൾ വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ 2 ലക്ഷം കയ്യിലുള്ളവരാണ് ഇപ്പൊ പ്രശ്നമില്ല. അതേ സമയത്തിൽ ഈ കറക്റ്റ് 1.5 ലക്ഷം വെച്ച ഒരാളാണെങ്കിൽ അവന് കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഓന്റെ അടുത്ത് 1.5 ലക്ഷം റുപ്യ എടുത്തു വെച്ചപ്പോ 595 ഗ്രാമിന്റെ വില കൂട്ടിയപ്പോ എത്രയാണ് വില? 1,30,000 സങ്കല്പിക്കുക. അപ്പൊ എന്റെ 1.5 ലക്ഷം ഉണ്ടല്ലോ, അപ്പൊ നിസാബ് ഉണ്ട്, നിസാബിൽ അധികം ഉണ്ട്. അപ്പൊ 1.5 ലക്ഷം വെച്ചു, സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചാൽ ഒരു കൊല്ലം തികയണല്ലോ. അങ്ങനെ വന്ന് റബീഉൽ അവ്വൽ ആയപ്പോ വെള്ളിക്ക് വില കൂടി. വെള്ളിന്റെ വില കൂട്ടി നോക്കുമ്പോൾ 1,55,000 കൊടുക്കണം. എന്തിന്? 595 ഗ്രാം വെള്ളിക്ക്. ഇവന്റെ പൈസ 1.5 ലക്ഷം ഉള്ളൂ. അവരോട് എന്ത് ചെയ്തു? പൈസ ചോടായി, വെള്ളിന്റെ വില മുകളിലായി. അതോടുകൂടി ഓന്റെ ആ കൊല്ലാണ് മുറിഞ്ഞുപോയി. ഇനി ഒന്നുകിൽ വെള്ളിക്ക് വില കുറഞ്ഞ് കീപ്പിട്ട് പുതിയൊരു കൊല്ലം തുടങ്ങും, അല്ലെങ്കിൽ ചിലപ്പോ ഓന്റെ 1.5 ലക്ഷത്തിന് ഓൻ പിന്നെ ഒരു 25,000 വെച്ചു കൊടുത്തു കിട്ടിയപ്പോ. അതുകൂടി വെച്ചപ്പോ സ്റ്റോക്ക് വന്നപ്പോ വീണ്ടും മുകൾക്ക് പോയി. ഇങ്ങനെ കൊല്ലം മുറികൾ ശ്രദ്ധിക്കേണ്ടത് വരും കറക്റ്റ് സംഖ്യയുള്ള ആളുകൾ. അതുപോലെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും 595 മോളിൽ നിൽക്കാൻ പോലെ പൈസ പിന്നെ അത് ആലോചിക്കാനില്ല. അപ്പൊ ആ എത്ര സംഖ്യ ആണെങ്കിൽ ആ സംഖ്യന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇവന്റെ അടുത്തുള്ള പൈസ 595 ഗ്രാമിന്റെ പൈസയോ അതിലധികം ഉണ്ടാവുകയും അതൊരു കൊല്ലം ഓന്റെ ഉടമസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി. ഒരു കൊല്ലത്തിന്റെ അടുക്ക പൈസ പോകുന്നു ഓന് നേരത്തെ പറഞ്ഞതുപോലെ ഓൻ ഇഷ്ടമാണ് ശമ്പളം കിട്ടുന്ന മാഷന്മാരൊക്കെ ഉണ്ടാവും. ഓർക്ക് എത്രയും ശമ്പളം, ഓന് മാസത്തിൽ 1 ലക്ഷം റുപ്യ ശമ്പളമാണ്, ഉദ്യോഗസ്ഥനാണ്. പക്ഷെ 1 ലക്ഷം റുപ്യ കിട്ടുന്നു, അടുത്ത മാസം ആകുമ്പോൾ ഓൻ ചെലവാക്കി തീരും. അപ്പൊ പിന്നെ 1 ലക്ഷം വേറെ കിട്ടും. ഇങ്ങനെ ചെലവാക്കി തീരാന്നല്ലാതെ പൈസ സ്റ്റോക്ക് വെക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. സ്റ്റോക്ക് വെക്കുമ്പോഴാണ് ഈ സക്കാത്ത് വരുന്നത്. ഇത് ചെലവായി പോണവർക്ക് എന്തില്ല? സക്കാത്തില്ല. അങ്ങനെ ചെലവായി മറിഞ്ഞു പോണ ആൾക്കാരാണെങ്കിൽ അത് ഇനി എവിടെ സ്റ്റോക്ക് വെച്ചാലും നമ്മുടെ ഉടമസ്ഥയുള്ള സ്റ്റോക്ക് എവിടെ വെച്ചാലും സക്കാത്ത് വേണം. ഉദാഹരണത്തിന് മാഷന്മാർക്ക് എന്താണ് PF ഉണ്ടാവും അല്ലെ? PF ഉള്ളവരുണ്ടാവും. അപ്പോൾ PF-ൽ ഒരു പൈസ ഉണ്ടാവും. ഒരു മാസത്തിൽ എത്ര ഒരു 10,000 പെട്ട് നോക്കുക. അത് ഗവൺമെന്റ് നിർബന്ധമായിട്ടും ഒക്കെ പിടിച്ചേക്കുന്ന പൈസ. അതാണ് പിടിച്ചാൽ 1 ലക്ഷം ഒരു 10,000 പൈ. അപ്പൊ ഒന്നും ആലോചിക്കില്ല, 10,000 സക്കാത്തില്ലല്ലോ. അടുത്ത മാസം 20,000 പിന്നെ 30,000 അങ്ങനെ പോയി. നേരത്തെ പറഞ്ഞതുപോലെ 1.5 ലക്ഷമായി. 15 മാസം 1.5 ലക്ഷം ആവുമല്ലോ. അല്ലെങ്കിൽ 16 ഇപ്പത്തെ വില അനുസരിച്ചുകൊണ്ട് ഒരു 16-17 മാസം കഴിഞ്ഞു. 17 മാസമായപ്പോൾ വെള്ളിന്റെ വിലന്റെ മുകളിലേക്ക് ഇവന്റെ പൈസ കയറി. ഇവന്റെ പൈസ കയറി കഴിഞ്ഞാൽ ഇനി അവിടുന്ന് ഡേറ്റ് ചെയ്തേക്കണം. അവിടെ നിന്നാണ് ഇനി കൊല്ലം കണക്കൂട്ടണം. PF-ൽ പൈസ എനിക്ക് പിൻവലിക്കുക, 6 മാസം പിൻവലിക്കാന്നൊക്കെ പറയണേ. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിൻവലിക്കാതെ അവിടെ തന്നെയുള്ള പൈസ വെക്കാം. അത് ആ പൈസ അവിടെ തന്നെ വെച്ചതാണെങ്കിൽ അതിനിങ്ങനെ കുറെ ഈ പറഞ്ഞ 17 മാസം ആകുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ പൈസ എത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞു. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ 1,70,000 2.5% സക്കാത്ത് കൊടുക്കണം.
ഈ ഉദാഹരണത്തിന് ഓന് ജനുവരി മാസത്തിൽ അറബി മാസമാണ് കൂട്ടേണ്ടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ. ജനുവരി മാസം വന്നപ്പോ ഓൻ 1,70,000 ഈ മാസത്തിൽ. എന്നാ അടുത്ത കൊല്ലം 2027 ജനുവരി ആവുമ്പോ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ. ജനുവരിയിൽ 1,70,000, പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ ഒരു 10,000 ഒന്നുണ്ടാവും. ഈ ഫെബ്രുവരി പിന്നെ ഒന്നും, അത് ഞാൻ അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ അതിന്റെ ആ 10,000 2% കൊടുക്കണം. പിന്നെ അടുത്ത മാർച്ച് വരുമ്പോൾ അതിനായിട്ടോ അതിന് പിന്നെ 2027 മാർച്ചിൽ 2% കൊടുക്കണം. ഇങ്ങനെ കാരണം അതിന് 10,000 പറഞ്ഞാൽ ഇതിക്ക് കൂട്ടി വെക്കാണല്ലോ. ഇതിക്ക് കൂട്ടി വെക്കുന്നോണ്ട് അതൊക്കെ നിസാബെത്തിയതാണ്. അതിനൊക്കെ 2% കൊടുക്കേണ്ടി വരും. ബിസിനസ്സിന് വേണ്ടി ഒരാളുടെ കയ്യിൽ 10 ലക്ഷം നൽകി മാസം ലാഭവിഹിതം നൽകണം എന്ന ഉപാധിയിൽ ലാഭവിഹിതം ലഭിക്കുന്നില്ല, സക്കാത്ത് നൽകണമെന്നാ. ഈ പറഞ്ഞ ബിസിനസ്സിന് വേണ്ടി കൊടുത്തത് തന്നെ ശരിയാവില്ല. അങ്ങനെ മാസം ലാഭവിഹിതം നൽകണം എന്ന് പറഞ്ഞാൽ മാസം ലാഭം കിട്ടുമെന്നെങ്ങനെ ഉറപ്പായ? ബിസിനസ്സിൽ ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുമ്പോൾ മാത്രമാണ് ശരഈയായിട്ട് അത് ശരിയാകുക. അപ്പോൾ ഇത്ര ശതമാനം ലാഭത്തിൽ 10%, 25%, 50% ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൽ കൂടേണ്ടത്. അങ്ങനെ കൂടിയിട്ട് ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും ഒക്കെ സക്കാത്ത് കൊടുക്കണം. ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും ലാഭം നഷ്ടമൊന്നുമില്ല, എന്തായാലും സക്കാത്ത് കൊടുക്കണം. അത് നമ്മുടെ പൈസയാണ്, അതിനാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഇസ്ലാമിക ദീനി സ്ഥാപനങ്ങൾ പഠിക്കുന്ന മിസ്കീനായ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ആ സ്ഥാപനത്തിലേക്ക് സക്കാത്ത് കൊടുക്കാമോ? അത് പറ്റൂല. സക്കാത്ത് കൊടുക്കേണ്ടത് ആ കുട്ടിയാണെങ്കിൽ, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെങ്കിൽ അവരുടെ വലിയൻ്റെ കയ്യിൽ കൊടുക്കണം. പിന്നെ അത് എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ ആ വലിയനാണ്. അല്ല, പ്രായപൂർത്തിയാവലാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെയാണ് നൽകേണ്ടത്. പിന്നെ അവർക്കാണ് അതിനുള്ള അധികാരം. അത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, വസ്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കണോ എന്നൊക്കെ കമ്മിറ്റിക്കാരോ സ്ഥാപനത്തിൻ്റെ അധികാരികളോ നിയമിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സക്കാത്ത് സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികളുടേത് ആയി മാറിയിരിക്കുന്നു. ഇനി കൊടുക്കാനുള്ള ഒരു അധികാരം മാത്രമാണ് നമുക്കുള്ളത്. അത് എന്തിനു വിനിയോഗിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് വീട് പണി കല്ല് വാങ്ങാൻ വേണ്ടി നമ്മൾ കല്ല് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല, പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് കാര്യമില്ല, ഒന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, കിറ്റ് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല എന്നർത്ഥം. അത് പറ്റുകയില്ല. ഫിത്ർ സക്കാത്ത് കുറേ ആളുകൾ ഒരുമിച്ച് കൂട്ടി 3 ആളുകൾ കൊടുത്താൽ പോരാ. ഇവന് കൊടുക്കാൻ നിർബന്ധമാകുന്ന, ഇവൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്ക് ഇവൻ കൊടുക്കാൻ നിർബന്ധമാണ്. അത് ഒന്നിച്ച് കൊടുത്താൽ മതി. അല്ലാത്തത് വേറെ ഓരോരുത്തരും വേറെ തന്നെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് കൊണ്ട് പിന്നെ മറ്റു സന്ദർഭങ്ങളിൽ പറയാം. അള്ളാഹ് ഇതിൽ വന്ന ചോദ്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഫിത്ർ സക്കാത്താണെങ്കിലും മറ്റു സക്കാത്താണെങ്കിലും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, അമലാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ചോദ്യങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടില്ല. ചോദ്യം വന്ന ഭാഗം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഹൈറായ രൂപത്തിൽ പഠിച്ച് ശറഈന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവർ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളും ഫായിസിങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ.